സാധാരണ ജേർണലിസ്റ്റുകളോട് പറയുക ചെക്ക് ക്രോസ് ചെക്ക് എന്നാണ്. അപ്പോൾ വാർത്താ ഉപഭോക്താക്കളും അത് ചെയ്യേണ്ട ഒരു കാലമാണ്. കാരണം ഏത് സ്രോതസ്സിൽ നിന്നാണ് ഈ വാർത്ത, നിങ്ങൾ എവിടെയാണ് ഈ വാർത്ത കണ്ടത്? ഇപ്പോൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഫീഡിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഫീഡിൽ വന്ന കാര്യം ആര് പറഞ്ഞതാണ്, ഏത് ഒരു വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള മാധ്യമ സ്ഥാപനത്തിൻ്റെ കണ്ടൻറ്റാണോ അതോ ആരെങ്കിലും പറഞ്ഞതാണോ? അപ്പോൾ ആ വാർത്തയെക്കുറിച്ച് ഒരു പരിശോധന സ്വയം നമ്മൾ മനനം ചെയ്യുക എന്ന് പറയില്ലേ, അത് ആവശ്യമുണ്ട്. അല്ലാതെ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ലാതെ ഇവിടെ മാത്രമല്ല, ആഗോള വ്യാപകമായിട്ട് തന്നെ അങ്ങനെയാണ്. എന്ന് മാത്രമല്ല വളരെ ആസൂത്രിതമായി, നമ്മൾ ഡിസ്ഇൻഫർമേഷൻ എന്ന് പറയും, വളരെ ആസൂത്രിതമായി ഇങ്ങനെ ഒരു പ്രത്യേക മനോനില ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പടച്ചുവിടുന്ന ധാരാളം സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൽ വീണ് പോവാതിരിക്കുക, അതിന് വശംവദരാവാതിരിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ. അപ്പോൾ വാർത്ത കാണുന്ന, വാർത്ത കൺസ്യൂം ചെയ്യുന്ന ആളുകൾ ആ വാർത്തയെക്കുറിച്ചൊരു പഠനം അല്ലെങ്കിൽ ഒരു അവലോകനം, അതേക്കുറിച്ചൊരു തിങ്കിങ് നിശ്ചയമായി നടത്തണം എന്നുള്ളതാണ്.